കുഴിനകം വേരോടെ പറഞ്ഞു പോകാൻ ദാണ്ട് ഈ സ്പൂണിലിരിക്കുന്ന പത മാത്രം മതി. കുഴിനകം വന്നവർക്കേ അതിൻ്റെ പ്രയാസം അറിയത്തുള്ളൂ. കാര്യം കുത്തി വലിക്കുന്ന വേദനയായിരിക്കും. അപ്പോൾ ഈ കുഴിനകം നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. ഈ കാലിൻ്റെ വിരലിൻ്റെ സൈഡിലായിട്ട് പഴുത്ത് അതിങ്ങനെ നീര് പിടിച്ചിങ്ങനെ ഇരിക്കും. നമുക്കൊന്ന് നനയ്ക്കാനോ അല്ലെ അതിലൊന്ന് പൊടി പറ്റുകയോ അതുപോലെ തന്നെ അഴുക്ക് കയറുകയോ ഒക്കെ ചെയ്താൽ വീണ്ടും അത് വിഷയത്തിലേക്ക് മാറും. നമ്മൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കുഴിനകം വരാൻ മെയിൻ കാരണം നമ്മളതിൻ്റെ വൃത്തിയില്ലായ്മ തന്നെയാണ് ഒരു മെയിൻ ഘടകമായിട്ട് വരുന്നത്. നമുക്ക് പണ്ടൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, ഇപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഒരാളുടെ സ്വഭാവം അല്ലെങ്കിൽ ഒരാളുടെ വൃത്തി അറിയണമെങ്കിൽ അവരുടെ കാലിൽ നോക്കിയാൽ മതിയെന്ന്. കാര്യം കാലിൻ്റെ വിരലും കാലും ഒക്കെ വൃത്തിയാക്കുന്നവരായിരിക്കും ഏറ്റവും നല്ല സ്വഭാവമുള്ളവരെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. വളരെ എഫക്റ്റീവായി നമുക്ക് കുഴിനകത്തെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു റെമഡിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടുന്നത് ഇത് കണ്ടില്ലേ, ഇത് ബേക്കിംഗ് സോഡയാണ്. പിന്നെ വേണ്ടുന്നത് പറഞ്ഞാൽ വാസലിനാണ്. ഇത് രണ്ടും വെച്ച് നമുക്ക് എങ്ങനെ കുഴിനകത്തെ മാറ്റിയെടുക്കാമെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ വാക്സിൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അത്യാവശ്യം കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഇത്രത്തോളം വാക്സിൻ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ഇതിപ്പം കട്ടിയായിട്ടിരിക്കുകയാണ്, ഇതിനെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരുപാടൊന്നും ഇടരുത്, ആവശ്യത്തിന് മാത്രം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെയും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കണം. കാരണം ഇപ്പം തന്നെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം നമുക്ക് സാധാരണ കുഴിനകങ്ങൾ വരാറുള്ളത് ഈ ഭാഗങ്ങളിലൊക്കെയാണ്. എന്നിട്ട് ഇവിടെയൊക്കെ നീരായിട്ട് ചുമന്ന് കെട്ടി തൂങ്ങി നിൽക്കുന്നതാണ്. പിന്നെ ലാസ്റ്റ് അത് പഴുപ്പാവും. അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ഭാഗത്തായിട്ടായിരിക്കും കൂടുതലും വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം എടുത്തതിന് ശേഷം ചെറിയ ചൂട് ഉള്ളത് കുഴപ്പമില്ല, പക്ഷേ വലിയ ചൂട് വെക്കരുത്. ചെറിയ ചൂടോടെ നമുക്ക് ഇതിനകത്തേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിന് ഉള്ളിലേക്ക് തന്നെ ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാലൊന്ന് താത്ത് അതിനകത്തേക്ക് ഈ രണ്ട് മൂലയ്ക്കും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഒരു ഏകദേശം ഒരു മണിക്കൂറോളം ഇതിങ്ങനെ വെച്ചിരിക്കണം. ഇങ്ങനെ വെച്ചിരുന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാലിന് നല്ലൊരു സുഖം കിട്ടുന്നതായിട്ട് തോന്നും. ആദ്യം വെക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പുകച്ചിലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. അത് പതിയെ അങ്ങ് മാറിക്കോളും. അപ്പം നിങ്ങളിത് തുടർച്ചയായിട്ട് ചെയ്യേണ്ട, ഒന്നര വിട്ട് ചെയ്യുക. ഏകദേശം ഒരു 2-3 വട്ടം ചെയ്താൽ മാത്രം മതി. ഉറപ്പായിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ കുഴിനകത്തിന് വലിയ ആശ്വാസം ഉണ്ടാവും. അപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വെറും 2 കൂട്ടം ഐറ്റം മാത്രം മതി നമുക്ക് ഈ പറഞ്ഞ കുഴിനകത്തെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഈ അലർജി പ്രശ്നമുള്ള ആൾക്കാരുണ്ട്, നമുക്ക് സ്കിന്നിന് അലർജിയുള്ള ചില ആൾക്കാരുണ്ട്. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തൊന്ന് തേച്ച് ഒരു 15 മിനിറ്റ് നോക്കുക. നമുക്ക് അലർജി ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ചൊറിച്ചിലോ തടിപ്പോ വല്ലതും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇത് യൂസ് ചെയ്യരുത്. അലർജി പ്രശ്നമില്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പം ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.